ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ളൊരു സോസിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഞാനൊരു 4 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള 4 തക്കാളികളാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതിലേക്ക് നമ്മളെന്താ നന്നായിട്ടത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മളത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്തതിന് ശേഷം നമ്മളിത് കുക്കറിൽ ആണ് സംഭവം ആക്കിയിട്ട് വരുന്നത്. കുക്കറിലേക്ക് നമ്മൾ ഈ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. 2 ഗ്രാമ്പ് വേണം. അതിനുശേഷം ഒരു കറുവപ്പട്ടയും വേണം കേട്ടോ. അത്യാവശ്യം മീഡിയം സൈസുള്ള കറുവപ്പട്ട തന്നെയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഗ്യാസിലേക്ക് വെച്ചിട്ട് സംഭവം 3 വിസിലാവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. 3 വിസിലായതിനു ശേഷം ഞാനിത് തുറന്ന് നോക്കുന്നുണ്ട്. എന്തായാലും സംഭവം റെഡി ആയിട്ടുണ്ടെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ തുറന്നു നോക്കിയതിന് ശേഷം നന്നായിട്ടത് എന്താ പറയുക വെന്തഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പരിവാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം നമുക്കെന്താ അതിലുള്ള കറുവപ്പട്ടയും ഗ്രാമ്പും കൂടെ ഒരു കരി പോലും അതിൽ ഇല്ലാതെ അതൊക്കെ മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ സോസിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. നമ്മുടെ എന്താ വിഷമൊന്നും ഇല്ലാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സോസാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. തക്കാളി സോസൊക്കെ ആകുമ്പോൾ നമ്മുടെ എന്താ പറയുക പപ്സിനും അല്ലാത്ത എല്ലാ സംഭവങ്ങൾ ചായക്കൂട്ടലുകൾക്കൊക്കെ കൂട്ടാൻ പറ്റിയൊരു സോസാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെയും നോക്കുകയാണ് കേട്ടോ, അതിലെന്തെങ്കിലും തരി കിടന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കുകയാണ്. അപ്പം പിന്നെയും ഒരു ഗ്രാമ്പൂൻ്റെ കഷ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ അപ്പാടി തന്നെ ഇതിലേക്ക് തട്ടിക്കൊടുക്കുന്നുണ്ട്. മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാകുന്നവരെ നമ്മൾ നന്നായിട്ട് അരച്ച് കൊടുക്കണം. അതാണ് അതിൻ്റെ ഒരു പരുവം. അപ്പോൾ നമ്മുടെ സോസിൻ്റെ തക്കാളി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും നമുക്കൊരു തരി ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് അരിച്ചെടുക്കണം. ഒരു അരിക്കട്ടിയുള്ള പാത്രം എടുത്തിട്ട് അതിൽ തന്നെ നമുക്ക് കുറുക്കിയെടുക്കാൻ പറ്റുന്നൊരു പാത്രമായിരിക്കണം എടുത്തിട്ടുണ്ടാകുന്നത്. അതിലേക്ക് നമ്മൾക്ക് സോസിൻ്റെ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അരിക്കയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ട് എന്താ പറയുക അരിച്ചെടുക്കണം. ആ അരിച്ചെടുത്ത സാധനമാണ് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുന്നത്. അപ്പം ഞാനതൊന്ന് അരിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ തക്കാളി അരിച്ചതിന് ശേഷം ഇത്രയും ചണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്കിതെന്താക്കാം, നേരെ നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ കുറച്ച് പഞ്ചസാര വേണമുണ്ടാവും. ഇതിലേക്ക് പുളിയും പഞ്ചസാരയും ഉപ്പും മുളക് പൊടിയും കൂടെ കൂടുമ്പോഴാണ് സോസ് എന്നുള്ളത് സംഭവം റെഡി ആവുന്നത്. അതിലേക്ക് നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. സാധാരണ മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ ഇന്ന് ഞാൻ കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല, സാധാ മുളക് പൊടി തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം കേട്ടോ. കാരണം നമ്മുടെ മുളക് പൊടിയും ഉപ്പും പഞ്ചസാരയും കൂടി നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് നമ്മുടെ സംഭവം അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് കുറുകിയിട്ട് വരണം. അതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഫുൾ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമില്ല, സിമ്മിൽ വെച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. ക്ഷമയുള്ളവരാണെങ്കിൽ സിമ്മിൽ തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ എനിക്ക് തീരെ ക്ഷമയില്ലാത്തത് കാരണം ഞാൻ എന്താക്കി ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് നന്നായിട്ട് കുറുക്കിയെടുക്കണം കേട്ടോ. ഞാനത് കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊണ്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറുക്കി വരുമ്പോൾ കാണാം. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള സെർക്കയും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരുവിധം ഒന്ന് കുറുക്കി വന്നപ്പോഴാണ് ഞാൻ സെർക്കേൻ്റെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് തന്നെ സെർക്ക ഒഴിച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനൊന്ന് കുറുകി വരട്ടെ വെച്ചിട്ട് ആ സമയത്തൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ ഒരുവിധം നമ്മുടെ സോസിൻ്റെ ഇത് കുറുകി വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും അങ്ങ് ആയിട്ടില്ല, എന്നും കുറുകിക്കൊണ്ടിരിക്കണം ഗൈസ്. അപ്പോൾ നമ്മുടെ സോസൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ആക്കി വന്നപ്പോഴേക്കും കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എങ്കിലും അത്രയൊക്കെ മതിയല്ലോ. അപ്പോൾ നമ്മൾ ആയിട്ടുള്ള നോക്കാൻ വേണ്ടി നമ്മൾക്ക് പാത്രത്തിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു സ്പൂൺ എടുത്തിട്ട് കോരിയിട്ട് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആയോന്ന് ടേസ്റ്റൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.